കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി. കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ് ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ് ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിൻ്റെ 3 പാളികൾ ഏതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയാണ് കണ്ണിൻ്റെ 3 പാളികൾ. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയ. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയ. കണ്ണിലേക്ക് പ്രവേശിക്കുന്ന അമിതമായ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പാളി രക്തപടലം. കണ്ണിലേക്ക് പ്രവേശിക്കുന്ന അമിതമായ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പാളിയാണ് രക്തപടലം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വർണ്ണകം റോഡോപ്സിൻ. കണ്ണിൽ കോർണിയയുടെ തൊട്ടുപിറകിലായി ലെൻസിന് മുന്നിലായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഐറിസ്. കണ്ണിൽ കോർണിയയുടെ തൊട്ടുപിറകിലായി ലെൻസിന് മുന്നിലായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഐറിസ്. ഐറിസിന് ഇരുണ്ട നിറം ഉണ്ടാകുന്നതിനുള്ള കാരണം മെലാനിൻ.